ആദരണീയനായ എരുമേലിയുടെ ചീഫ് ഇമാം അൽഹാജി TS അബ്ദുൽ കരീം മൗലവി ഉസ്താദ്, ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഫാദർ ജോർജ് ആരുങ്കൽ എന്നിവർ, ഇങ്ങനെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ ഉലമാക്കൾ പലരുമുണ്ട്. ഞാൻ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നില്ല, സമയപരിമിതി എല്ലാം കൊണ്ടും പ്രതികൂലമായൊരു കാലാവസ്ഥയാണിതെന്ന് തിരിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, ഇന്നിവിടെ നമ്മൾ മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാന്യനായ ഫാദർ ജോർജ് അവറുകളും അതുപോലെ തന്നെ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാരും മതസാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വ്യത്യസ്തരായ പ്രമുഖ വ്യക്തിത്വങ്ങളുമൊക്കെ ഇവിടെ വന്നു നിന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിന് ആഹ്വാനം ചെയ്യേണ്ടി വരുന്നത് നമ്മളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെയോ അല്ലെങ്കിൽ നമ്മുടെ കേരളക്കരയിലെയോ സാമാന്യ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല. അവരോട് നിങ്ങൾ സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് പറയേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലവിലില്ല. നമ്മളൊക്കെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ കേരളം ഇന്നും വ്യത്യസ്തമാണ്. കേരളം ഇന്നും വ്യത്യസ്തമാണെന്ന് നമുക്ക് അഭിമാനത്തോടെ ഒരളവ് വരെ പറയാൻ കഴിയുന്നു. ഈ രാജ്യത്ത് ഇപ്പൊ എരുമേലിയെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? മതസൗഹാർദ്ദത്തിന്റെ ഒരു പച്ചത്തുരുത്തായി എന്നും നിലനിൽക്കുകയാണ്. ആ മതസൗഹാർദ്ദത്തെ ഒന്നും ഇവിടെ ആരും ഭംഗം വരുത്തിയിട്ടില്ല. എപ്പോഴും കാണുന്ന കാഴ്ചയാണ് ഏകദൈവാരാധനയ്ക്ക് വേണ്ടി ഇന്നാട്ടിൽ പടുത്തുയർത്തപ്പെട്ട പുരാതനമായ എരുമേലി മസ്ജിദിന്റെ അതിന്റെ ആ ചുറ്റുവട്ടത്തുകൂടി അതിന്റെ ആ വൃത്തത്തിലൂടെ ബഹുദൈവ വിശ്വാസികളായ ഹൈന്ദവ ജനത അവരുടെ വിശ്വാസത്തെ പ്രതിനിധീകരിച്ചതിന്റെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി പലപ്പോഴും എപ്പോഴും അവർ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ മാതൃകയുള്ള ഒരു നാട്ടിൽ മതസൗഹാർദ്ദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ആ നടന്നു വന്ന സംഭവങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അത്തരം കാഴ്ചപ്പാടുകളോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ പ്രയാണത്തോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വെറുപ്പോ വിരോധമോ വന്നു അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സപ്പെടുത്തിയെന്നുള്ളതൊന്നും അല്ലല്ലോ പ്രശ്നം. പ്രശ്നം യഥാർത്ഥത്തിൽ എന്താ? പ്രശ്നം ഇവിടെ എന്നും വർഗീയതയുണ്ട്. എല്ലാ മതവിഭാഗക്കാരായ ആളുകളും എല്ലാവരും മതം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധാത്മാക്കളാണെന്നൊന്നും നമ്മൾ വെറുതെ പറയണ്ട. എല്ലാ വിഭാഗക്കാരിലും മതത്തെ അതിന്റെ അന്തസത്തയിൽ ഉൾക്കൊള്ളുന്ന ശരിയായ മതവിശ്വാസികളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗത്തിലും മതത്തെ തെറ്റായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന വർഗീയ മനസ്സുള്ള ആളുകളുമുണ്ട്. ഈ രണ്ട് വിഭാഗം ആളുകളും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ വർഗീയവാദികൾക്ക് അവരവരുടെ തെറ്റായ സമീപനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കടിഞ്ഞാണിടാൻ ബാധ്യസ്ഥമായ നമ്മുടെ ഭരണകൂടം അത് പലപ്പോഴും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു വന്നിരുന്നു എന്നുള്ളത് കൊണ്ട് അത്തരക്കാർക്ക് തല ഉയർത്താൻ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇന്ന് വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങളെ പരിപൂർണമായും അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും പരിരക്ഷിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന തോന്നലാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏറ്റവും പ്രബലമായ മതന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗത്തെയും മറ്റിതര പിന്നോക്ക വിഭാഗങ്ങളെയും രാജ്യത്തിന്റെ സുരക്ഷിതമായ പ്രതലത്തിൽ നിന്ന് അരക്ഷിതാവസ്ഥയുടെ അരാജകത്വ ഭൂമിയിലേക്ക് തള്ളിയിട്ടത്. സഹോദരങ്ങളെ, മതേതരത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു കളയരുത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിശ്വാസി അവന്റെ മതം ആർക്കെങ്കിലും മുമ്പിൽ അടിയറ വയ്ക്കുകയാണെന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ചിലപ്പോഴൊക്കെ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനെ വിട്ടല്ല താൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള പരിപൂർണ സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടന ഇനിയും മാറ്റപ്പെട്ടിട്ടില്ലാത്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ നമ്മുടെ രാജ്യത്തെ രാജ്യമാക്കി തീർത്ത ഈ രാജ്യം കെട്ടിപ്പടുത്ത നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതിന്റെ നായകന്മാർ നമ്മുടെ രാജ്യത്തെ ഒരു മതേതര രാജ്യമായിട്ടാണ് വിഭാവനം ചെയ്തത്. ഇതൊരു മതേതര സംഗമം കൂടിയാണല്ലോ. മതസൗഹാർദ്ദ മതേതര സംഗമമാണ്. ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ വ്യാപിക്കുകയാണ്. ആ ധാരണ തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ, മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും അപരന്റെ മതത്തെ അംഗീകരിക്കുമ്പോഴാണ് മതസൗഹാർദ്ദവും മതേതരത്വം ഉണ്ടാകുക എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് തിരുത്തപ്പെടേണ്ടത്. അങ്ങനെയല്ല. മതേതരത്വം എന്ന് പറയുന്ന നയം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുക, എന്നെ തെറ്റിദ്ധരിക്കാതെ ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറയുകയാണ്.
മതേതരത്വം എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് നിർവചനമാണ് ലോകത്തുള്ളത്. ഒന്ന് യൂറോപ്യന്മാർ, പാശ്ചാത്യന്മാർ മതേതരത്വത്തിന് നൽകിയ നിർവചനം. അതിന്റെ അർത്ഥം മതരഹിതമായ ഒരു സാംസ്കാരിക സാമൂഹിക ജീവിതത്തെ കുറിച്ചാണ്. ഭരണകൂടത്തിലും മതത്തിന് ഒരു ബന്ധവുമില്ല. മതം വേണ്ടാത്ത, മതമില്ലാത്ത, മതനിരാസമാണ് അവരുടെ സെക്യുലറിസം, മതേതരത്വം. ആ മതേതരത്വം ഏതായാലും നമുക്ക് ആർക്കും സ്വീകാര്യമല്ല, യാതൊരു സംശയമില്ലല്ലോ. ക്രിസ്ത്യാനിക്ക് അത് സ്വീകാര്യമാണോ? അല്ല. ഹിന്ദുവിന് സ്വീകാര്യമാണോ? അല്ല. മുസ്ലിമിന് സ്വീകാര്യമാണോ? ഒട്ടുമല്ല, ആർക്കുമല്ല. അപ്പോ മതമില്ലാത്ത ഒരു മതേതരത്വത്തെ നമ്മുടെ രാജ്യമോ നമ്മുടെ ജനമോ വിഭാവനം ചെയ്തിട്ടില്ല. മതമില്ല രാജ്യത്ത്, മതം വേണ്ട, അല്ലെങ്കിൽ ഭരണകൂടം മേഖലകളിൽ മതമില്ല എന്ന്, സമൂഹത്തിൽ മതം വേണ്ട എന്ന ഒരർത്ഥത്തിൽ ഇല്ല. രണ്ടാമത്തേത്, നമ്മുടെ രാജ്യം അതിന് നൽകിയ നിർവചനം മതനിരപേക്ഷത എന്ന അർത്ഥം പറയുന്ന അതിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന മതേതരത്വം എന്നാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന മതേതരത്വം. ഈ മതേതരത്വവും ഒരു ക്രിസ്ത്യാനിക്ക് സ്വീകാര്യമാണോ? ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഞാനത് പറഞ്ഞു പൂർത്തിയാക്കുന്നവരെ കേൾക്കണം. എല്ലാ മതങ്ങൾക്കും ഒരു ക്രിസ്ത്യാനി തുല്യ പരിഗണന നൽകണ്ടോ? ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് ആലിങ്കലിനോട് ചോദിച്ചാൽ ഇസ്ലാം മതത്തിനും ക്രൈസ്തവ മതത്തിനും ഹിന്ദു മതത്തിനും അദ്ദേഹത്തിന് തുല്യ പരിഗണനയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നിഷ്കളങ്കമായി പറയല്ല, എന്റെ മതത്തിന് മുന്തിയ പരിഗണനയാണ്. അങ്ങനല്ലേ? നമുക്ക് വല്ല പരാതി ഉണ്ടോ? അങ്ങനെ തന്നെ ആകണം. ബഹുമാനപ്പെട്ട കരീം ഉസ്താദിനോട് ചോദിക്കുക, എല്ലാ മതങ്ങളെയും അങ്ങ് ഒരുപോലെയാണോ കാണുന്നതെന്ന്. ഉസ്താദ് പറയല്ല, ഇസ്ലാം മതത്തിന് ഞാൻ മുന്തിയ പരിഗണന നൽകുന്നു, കൂടുതൽ ശരിയായ മതം, കൂടുതൽ പൂർണ്ണമായതയുള്ള മതം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാ ഉസ്താദ് ഇസ്ലാം മതത്തിന്റെ പ്രതിനിധിയാകുന്നത്. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഹിന്ദു ബഹുമാന്യനായ ശങ്കരൻ നമ്പൂതിരിപ്പാടിനോട് ചോദിക്കുക, എല്ലാ മതത്തെയും താങ്കൾ തുല്യമായിട്ട് കാണുന്നുണ്ടോന്ന്. അദ്ദേഹം പറയും, ഇല്ല, ഹൈന്ദവ മതം കൂടുതൽ ഉത്തമമായ മതമാണെന്നാണ് ഇതുവരെയുമുള്ള എന്റെ ബോധ്യം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹൈന്ദവ മതത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് ബഹുമാന്യനായ ശങ്കരൻ നമ്പൂതിരിപ്പാട് പറയും. നമുക്ക് അദ്ദേഹത്തോട് ഒരു പരാതിയില്ല, അങ്ങനെ തന്നെ ആകണം. ഇത് മതത്തിന്റെ കാര്യം. ഇനി മതം വിട്ടേക്കുക, കോൺഗ്രസ്സുകാരോട് ചോദിക്കുക, എല്ലാ പാർട്ടികളും തുല്യമാണെന്ന് കോൺഗ്രസ്സുകാർ കാണുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയോട് പോയി ചോദിക്കുക. രാഹുൽ ഗാന്ധി പറയില്ല, ഇല്ല, കോൺഗ്രസ് ആണ് ഏറ്റവും നല്ല പാർട്ടി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിൽ നിൽക്കുന്നത്. സീതാറാം യെച്ചൂരിയോട് പോയി ചോദിക്കുക, എല്ലാ പാർട്ടികളും രാജ്യത്ത് തുല്യമാണ്, ഞാൻ തൽക്കാലം ഒന്നി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ താങ്കൾ കാണുന്നുള്ളൂ. യെച്ചൂരി എന്ന് പറയുന്ന ആ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് പറയും, അല്ല, എന്റെ പാർട്ടി കൂടുതൽ മികച്ചതാണെന്ന് പറയും. സഹോദരങ്ങളെ, ഈ ലോകത്ത് ഏത് സംഘടനയും ഏത് പ്രസ്ഥാനത്തിലും ഒരു വ്യക്തി ഏത് മതത്തിലും ജീവിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും കൂടുതൽ മെച്ചപ്പെട്ടത് തന്റേത് തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. അങ്ങനെ തന്നെ ജീവിക്കേണ്ടതും. അതൊന്നും ആർക്കും ഒരു പരാതിയില്ല, അവർക്കൊരു പരാതിയില്ല. എല്ലാവരുടെയും തുല്യമാണെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മതേതരനാണ് ഒരാൾ, ഒരു വ്യക്തി മതേതരനാവുക എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെയാ ഇവിടെ മതേതരനാകുക? ഞാൻ മതേതരനാണോ? എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകണമെന്നുള്ള അർത്ഥത്തിൽ ഞാൻ മതേതരനാണോ? എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകണമെന്ന അർത്ഥത്തിൽ ഒരു ഹിന്ദു മതേതരനാണോ? എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകണമെന്ന അർത്ഥത്തിൽ ക്രിസ്ത്യാനി മതേതരനാണോ? അല്ല. അപ്പൊ പിന്നെ മതേതരൻ എങ്ങനെയാകുക? നമ്മുടെ ആളുകൾ, നമ്മുടെ വ്യക്തികൾ ആവശ്യമില്ലാതെ ആരെയോ സന്തോഷിപ്പിക്കാൻ എന്ന വണ്ണം മതേതരത്വത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഞാൻ മതേതരനാണ് എന്നങ്ങ് പറയും. നമ്മൾ ആരും ഒരു വിശ്വാസി മതേതരനല്ല ഇവിടെ. പിന്നെ എന്തിനാ മതേതരത്വം? നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന മതേതരത്വം എന്തിനാ, ആർക്കാ? മതേതരത്വം രാജ്യത്തിന്റെ നയമാണ്, രാഷ്ട്രത്തിന്റെ നയമാണ്, അല്ലാതെ വ്യക്തിയുടെ നയമല്ല. മതേതരത്വം എപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ നയമാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ജനവിഭാഗങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ മതേതരത്വമാണ് നയം എന്നുള്ളത് രാഷ്ട്രത്തിന് വേണ്ടി എഴുതി ചേർക്കപ്പെട്ട നയമാണ്. രാജ്യത്തിന്റെ നയം ഒരു പ്രത്യേക മതത്തിന് പ്രത്യേക പരിഗണന നൽകൂല. ഇവിടുത്തെ ഭൂരിപക്ഷ മതം ഹിന്ദു ആണെന്നുള്ളത് കൊണ്ട് ഹിന്ദു മതത്തിന് രാജ്യം പ്രത്യേക പരിഗണന നൽകൂല. അല്ലെങ്കിൽ ലോകമതം ക്രിസ്ത്യാനിയാണെന്നുള്ളത് കൊണ്ട് അതിനൊരു പ്രത്യേക പരിഗണന രാജ്യം നൽകൂല. അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഏറ്റവും അധികം പുറത്തുപോയി ജോലി ചെയ്യുന്നത് ഗൾഫിൽ മുസ്ലിങ്ങളുടെ രാജ്യത്താണെന്നുള്ളതുകൊണ്ട് ഇസ്ലാമിന് ഒരു പ്രത്യേക പരിഗണന നൽകൂല. പ്രത്യേക പരിഗണന നമ്മുടെ രാജ്യം ഒരു മതത്തിനും നൽകൂല എന്നേ മതേതരത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് എല്ലാരെയും മതേതരരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും മെനക്കെടണ്ട. ഒരു വ്യക്തിയും ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ മതേതരനല്ല. വ്യക്തി മതേതരനാകണമെന്ന് നമ്മുടെ രാജ്യം നമ്മളോട് ആവശ്യപ്പെടുന്നുമില്ല. എല്ലാ വ്യക്തിയും അവന്റെ മതത്തെ കൂടുതൽ സ്നേഹിക്കണം. അങ്ങനെ ആയിക്കോട്ടെ. അല്ലാണോ പ്രശ്നം? അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം വന്നത്? ഒന്നുമല്ല. അപ്പോ ചിലപ്പോഴൊക്കെ നമ്മുടെ മതേതരത്വവും മതസൗഹാർദ്ദവും ഒക്കെ പറഞ്ഞ് എല്ലാവരും ചില മതത്തിന്റെ, അതവിടെ
ഈ പള്ളിയുടെ മുറ്റത്ത് ഹിന്ദു സഹോദരന്മാർക്ക് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവിടെ പ്രദക്ഷിണം ചെയ്യാൻ നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും ആ പ്രദക്ഷിണത്തിൽ കൂടുവോ? നമ്മുടെ വിശ്വാസത്തിൽ ചേരൂല. അതുപോലെ തന്നെ നല്ല മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയത്ത് അവർ വരുന്നത്. പള്ളിയിലല്ലേ ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്ന, അതുകൊണ്ട് മുസ്ലിങ്ങളുടെ മഗ്‌രിബ് കൂടെ നിസ്കരിച്ചിട്ട് പോയി കളയാം എന്നൊരു ഹിന്ദു വിചാരിക്കാറില്ല. നമുക്ക് അവരോടും പരാതിയില്ല. എന്താ ഇത് തെളിയിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ആചരിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ പള്ളികളിൽ, ക്ഷേത്രങ്ങളിൽ തിരിച്ചും പോകാറുണ്ടായിരിക്കും. പള്ളികളിൽ പലപ്പോഴും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സഹായം തേടി ചില ഹിന്ദു സഹോദരങ്ങൾ വരും. ക്രൈസ്തവ സഹോദരങ്ങൾ ചിലപ്പോഴൊക്കെ വരും, ഹിന്ദു സഹോദരങ്ങൾ പലപ്പോഴും വരും, തിരിച്ചും പോകാറുണ്ടായിരിക്കും. അപ്പോ നമ്മളോട് സഹായം തേടി ജുമാ നമസ്കാരത്തിന് വരും. പള്ളിയിൽ നമ്മൾ പറയും ഈ സഹോദരനെ നിങ്ങൾ സഹായിക്കണമെന്ന്. എന്റെ പള്ളിയിലൊക്കെ കമ്മിറ്റിക്കാർ കുറിപ്പ് എഴുതി തരാറുണ്ട്. ഞാൻ സന്തോഷത്തോടു കൂടി അത് പറയാറുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച എഴുതി തന്നു, ഒരു അമുസ്ലിം സഹോദരിക്ക് സുഖമില്ല, പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അമുസ്ലിം അങ്ങോട്ട് വെട്ടി, സഹോദരിക്ക് തന്നെ. കാരണം ഒരു സഹോദരിയുടെ രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നതിന് എന്റെ വിശ്വാസം എനിക്ക് തടസ്സമല്ല. ഒരു സഹോദരന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവൻ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കൊടുക്കാൻ ശ്രമിക്കുന്നതിന് എന്റെ മതവിശ്വാസം, എന്റെ പള്ളിയിൽ വന്ന് സഹായം തേടുന്ന ഹിന്ദുവായിരിക്കുമ്പോൾ തന്നെ അത് കൊടുക്കുന്നതിന് എനിക്ക് തടസ്സമല്ല. ഇതല്ലേ നമ്മൾ ലോകത്ത് കാട്ടിക്കൊടുത്ത ജീവിത മാതൃക അല്ലേ? എപ്പോഴെങ്കിലും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് അത്രയും ആളുകൾ നിസ്കരിക്കുക, സഹായം ചോദിച്ചെന്ന ഹിന്ദു സഹോദരൻ പുറത്തു നിൽക്കുക, അവന് വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് പള്ളിയിൽ ഇമാമ് പറയാ. എന്നിട്ട് ആയിരക്കണക്കിന് രൂപ നമ്മുടെയൊക്കെ പള്ളിയിൽ അവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും, 10,000 രൂപ കിട്ടും ചിലപ്പോ. ആ പൈസ ഹിന്ദുവായ ആ സഹോദരന് നമ്മൾ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ അവന്റെ കയ്യിൽ സ്നേഹപൂർവ്വം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രതിനിധികളോ അല്ലെ പിരിച്ചെടുത്തവരോ കൊടുക്കുക. ആരും ചിന്തിച്ചിട്ടില്ല ഇന്നുവരെ ഇവൻ പിരിവ് മേടിക്കാൻ വന്നപ്പോ നമ്മളെല്ലാരും നിസ്കരിച്ച് ജുമ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന്. ആ നിസ്കരിക്കലല്ല മതസൗഹാർദ്ദം. അവന്റെ വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മാനുഷികമായ അവന്റെ പ്രശ്നങ്ങളിൽ നമ്മൾ അനുഭാവം പ്രകടിപ്പിക്കുകയും ആ പ്രശ്നങ്ങളെ ഉൾക്കൊണ്ട് അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നതിന്റെ പേരിലാണ് മതസൗഹാർദ്ദം. അത് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഹിന്ദുക്കളും തിരിച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അങ്ങനെ ചെയ്ത് നമ്മൾ മതസൗഹാർദ്ദത്തെ അതിന്റെ ശരിയായ അന്തസ്സത്തയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ചില ആളുകൾ ഇപ്പൊ പ്രചരിപ്പിക്കുന്ന, ഞാൻ പറയുന്നത്, ചില ആളുകൾ ഒരു മതവിശ്വാസിക്കും സ്വീകാര്യമല്ലാത്ത സർവമത സത്യവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ മതവും സത്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, സർവമത സത്യവാദം. നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞു, AKG പോകാത്ത സ്വർഗത്തിൽ എനിക്കും പോകണ്ടെന്ന്. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അതങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റുണ്ട്, അത് തിരുത്തണം. നമ്മൾ AKG പോകാത്ത സ്വർഗത്തിൽ AKGക്ക് കിട്ടുന്ന സ്വർഗം എനിക്ക് മതി എന്ന് മുസ്ലിമായ മന്ത്രി പറഞ്ഞപ്പോൾ പിന്നെന്തിനാ അദ്ദേഹം നിസ്കരിക്കാൻ പോകുന്നത്? അദ്ദേഹം മുടങ്ങാതെ നിസ്കരിക്കുകയും ചെയ്യും. AKG ചെയ്ത പോലെ നന്മ ചെയ്തങ്ങ് ജീവിച്ച പോരെ. AKG നല്ല മനുഷ്യനായിരുന്നു, നന്മ ചെയ്ത് ജീവിച്ചു. അദ്ദേഹത്തിന് പരലോകത്ത് സ്വർഗമുണ്ട് എന്ന് അദ്ദേഹം പോലും വിശ്വസിച്ചിട്ടില്ല. പിന്നെന്തിനാ നമ്മൾ വിശ്വസിക്കുന്നത്? AKG വിശ്വസിച്ചിട്ടില്ല പരലോകത്ത് ഞാൻ ചെയ്ത നന്മയ്ക്ക് ഒരു സ്വർഗം കിട്ടുമെന്ന് AKG വിശ്വസിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിമായ ഒരു വ്യക്തി, ഉന്നത സ്ഥാനീയനായ ഒരാൾ പറയുന്നു AKGക്ക് സ്വർഗമില്ലേ, എനിക്ക് വേണ്ടെന്ന്. അദ്ദേഹത്തിന് വേണ്ടാത്ത സാധനം നമ്മൾ പിടിച്ചു കൊടുക്കണോ? അപ്പോ വെറുതെ എന്തെങ്കിലും നമ്മൾ കപടമായ കുറെ മതേതരത്വം പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവനവന്റെ മതം വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. ആ വിശ്വാസത്തെ ഓരോരുത്തരും അവരോ നെഞ്ചകത്ത് അഭിമാനബോധത്തോടു കൂടി സൂക്ഷിച്ചുകൊണ്ട് അതാണ് ശരിയെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം, ബോധ്യം മാറുമ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, അതിന് കുഴപ്പമൊന്നുമില്ല. അവന്റെ ബോധ്യം മാറുമ്പോൾ ഒരു മുസ്ലിമിന് ഈ ഏകദൈവ വിശ്വാസം ഒന്നും ശരിയല്ലെന്ന് ഒരുത്തിന് തോന്നുന്നു, അവന് വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല, ഒരു തടസ്സമില്ല. അതേസമയം ഒരു ഹിന്ദുവിന് തോന്നുന്നു ഈ പല ദൈവങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ ഏകദൈവമാണ് ശരി എന്ന് അവന് സ്വയം തോന്നുമ്പോൾ അവന് വേണമെങ്കിൽ ഇങ്ങോട്ടും വരാം. ഇതൊക്കെ വിശ്വാസത്തിന്റെയും ആശയങ്ങളുടെയും മേഖലകളിൽ നടക്കുന്ന പരിവർത്തനങ്ങളാണ്. അതിനെ ഒന്നും ഈ രാജ്യത്ത് ആരും വിലക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മൗലികാവകാശങ്ങൾ പ്രതിപാദിച്ച കൂട്ടത്തിൽ ഇഷ്ടമുള്ള മതം വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല ആ മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാ പഠിപ്പിക്കുന്നത് നമ്മളെ? നമ്മൾ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വഴിതേടി പോണ്ട. ഈ രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായത് എല്ലാം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഭരണഘടന കൃത്യമായ നിലയിൽ അനുശാസിക്കുന്ന പോലെ രാജ്യം പ്രവർത്തിച്ചാൽ എന്താകും? ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകും. മറിച്ച് ഭരണഘടനയെ ലംഘിക്കുമ്പോഴാണ് ഇവിടെ മതസൗഹാർദ്ദം തകരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അതുപോലെ തന്നെ ഇഷ്ടമുള്ള മതം ആചരിക്കാം.
എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അത് ടു പ്രൊപ്പഗേറ്റ്, അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഒരു തടസ്സമില്ല. ഒരു മുസ്ലിമിന് എന്റെ മതം ശരിയാണെന്ന് തോന്നിയാൽ അവരൊക്കെ ക്രിസ്തവരെയും ഹൈന്ദവരെയും ഒക്കെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങളുടെ ആശയം ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലേ? ഭരണഘടന അനുസരിച്ച് ചെയ്യാം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആരെയും നിന്ദിക്കാൻ പാടില്ല. ആശയങ്ങൾ തമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ഹിന്ദുക്കൾക്ക് തിരിച്ചും ചെയ്യാം, ക്രിസ്ത്യാനികൾക്ക് തിരിച്ചും ചെയ്യാം. അങ്ങനെ ഈ നമ്മുടെ രാജ്യം നമുക്ക് ഉറപ്പ് നൽകിയ ഈ മതേതരമായി, രാജ്യം മതേതരമായി നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനും പ്രത്യേക പരിഗണന രാജ്യം നൽകുകയില്ല എന്ന് നമ്മുടെ ഭരണഘടനയുടെ പിതാക്കൾ എഴുതി വെച്ച ആ ഭരണഘടന രാജ്യത്തിന് നൽകിയ ആ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാം, ആരും ആരുടെയും മേൽ അവരുടെ മതം അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്ന മഹിതമായ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ മതസൗഹാർദ്ദത്തിന് ഒരു തടസ്സമില്ല. എവിടെയാണ് പിന്നെ മതസൗഹാർദ്ദത്തിന് പ്രശ്നം? എവിടെയാ പ്രശ്നം? ഈ ഭരണഘടനാ തത്വങ്ങളെ നമ്മുടെ രാഷ്ട്രം ലംഘിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇസ്ലാമും ഖുർആനും വളരെ കൃത്യമായി കാര്യം പറയുന്നുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ആരെയും മതത്തിൽ നിർബന്ധിക്കാൻ പാടില്ല. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ അവിശ്വസിക്കട്ടെ. സൂറത്തുൽ കഹ്ഫ് അങ്ങനെയല്ലേ പറയുന്നത്? എല്ലാ വെള്ളിയാഴ്ചയും ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതെ അവിടെ പാടിന് പോകാം, ഒരു കുഴപ്പമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം. അതിനപ്പുറത്ത് ആരെയും ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലപ്രയോഗവും ഇല്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ, ഇസ്ലാമിന്റെ ഖണ്ഡിതമായ നിലപാടാണ്. ആ നിലപാട് അത് തന്നെയാണ് എല്ലാ മതങ്ങളും. ഇവിടെ ഹൈന്ദവത എത്ര മനോഹരമായ, ഏകം സൽവിപ്രാ ബഹുധാ വദന്തി, അല്ലേ? ഏകമാണ് പ്രപഞ്ച സത്യം, ഏകമാണ് യഥാർത്ഥ ദൈവം പരാശക്തി, അവനെ വിദ്വാൻമാർ പലതായി വർണ്ണിക്കുന്നു എന്ന് മാത്രം എന്ന് പറയുന്ന. അതുപോലെ തന്നെ എന്താണ് വസുധൈവ കുടുംബകം, അഹം നിജ പരോഭേദ ഗണനാം ലഘുഛേദസ, അഹം നിജ പരോഭേദ ഗണനാം ലഘുഛേദസ, ഞാൻ നീ എന്ന് മനുഷ്യനെ ചേരിതിരിച്ച് അന്യതാഭാവത്തോടുകൂടി ചിന്തിക്കുന്നവൻ ലഘുചേതസ, ചെറിയ മനസ്സിന്റെ ഉടമയാ. അവൻ ഒന്നിനും പോന്നവനല്ല, അവന്റെ മനസ്സ് കുഞ്ഞാണ്, അവനൊരു വലിയ മനുഷ്യനെ അല്ല, അവനൊരിക്കലും മഹാനല്ല. എന്നാൽ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം, ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ലോകമേ തറവാടെന്ന് ചിന്തിക്കുന്നവനാരോ അവനാകുന്നു ഉദാരചരിതൻ, വിശാല മനസ്സിന്റെ ഉടമ, അവനാണ് വലിയവൻ. ഇത് വേദം പറയുക. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് ആ ഗുണമുണ്ടായിരുന്നു എന്ന് വള്ളത്തോൾ പാടിയത്. ലോകമേ തറവാട്, ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഈ രാജ്യത്തെ മനുഷ്യർ മാത്രമല്ല, മണ്ണും മലയും മാത്രമല്ല, പുല്ലും പുൽച്ചാടിയും ഒക്കെ ഈ എന്റെ കുടുംബക്കാർ എന്ന് വിശ്വസിക്കുന്ന വസുധൈവ കുടുംബകം, ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്ന് ചിന്തിക്കുന്ന വിശാല വീക്ഷണമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ ഗാന്ധിജിയെ ലോകാദരണീയനാക്കി തീർത്തതെങ്കിൽ ആ ആശയം ആ മഹാനുഭാവന് സംഭാവന ചെയ്തത് ഈ രാജ്യത്തിന്റെ ഹൈന്ദവ പ്രത്യയശാസ്ത്രമാണ്. അല്ലെ? ഹൈന്ദവതയല്ലേ ഹിന്ദുക്കളോടെന്താ? അതാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന് വരെ നിലനിർത്തിയത്. അതുപോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്ന വിട്ടുവീഴ്ചയുടെയും സഹവർത്തിത്വത്തിന്റെയും ഉദാരമായ പാഠങ്ങൾ ലോകത്തെ ചൊല്ലി പഠിപ്പിച്ച ലോകത്തിന്റെ സ്നേഹഗായകൻ ശ്രീ യേശുവിന്റെ അനുയായികൾക്കും അതിനപ്പുറത്ത് മതബോധമവനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ സന്ദേശത്തോട് ആത്മാർത്ഥതയും കൂറുമുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഒന്ന് ചിന്തിക്കാൻ കഴിയില്ലാത്ത വിധം ഓരോ മതങ്ങളുടെയും അന്തസത്ത അവരന്റെ മേൽ അത് അടിച്ചേൽപ്പിക്കണമെന്ന ആശയത്തെ അതിന്റെ സൈദ്ധാന്തിക തലത്തിൽ അടിത്തറയിൽ തന്നെ നിരാകരിക്കുമ്പോൾ അത് വേണം എന്ന് പറയുന്നിടത്താണ് സൗഹാർദ്ദഭംഗം. നമ്മളാരും പറയരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ ആരും മതത്തിൽ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യണ്ട. ആരാധനകളിൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന, ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നിലവിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചൊരു വിവാദം ഉണ്ടാകാറുണ്ട്. എന്താ നിലവിളക്ക് കൊളുത്ത്? മുസ്ലിമീങ്ങൾ നിലവിളക്ക് കൊളുത്തുമോ എന്ന് ചോദിക്കും. മുസ്ലിമീങ്ങൾ അങ്ങനെ വലിയ ഉദാര മനസ്ഥിതിക്കാരാണെങ്കിൽ നിലവിളക്ക് കൊളുത്തിയ എന്താണ്?
അതിനുള്ള സാധാരണ ലളിതമായ ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ വളരെ മനോഹരമായ നമ്മുടെ ഈ അന്തരീക്ഷത്തെ, സാമൂഹിക അന്തരീക്ഷത്തെ കലുഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വർഗീയ ബോധമുള്ള ചില ആളുകൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളാ, ചില തിരികളാ. നിലവിളക്ക് കൊളുത്താത്തത് കൊണ്ട് തന്നെ മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളാണ്. നിലവിളക്ക് കൊളുത്തിയില്ല പറ എന്താ കാര്യം? നിലവിളക്ക് കൊളുത്തുന്ന എന്നിട്ട് പറയും പ്രകാശത്തോട് ഇവർക്ക് വിരോധമാണെന്ന് വരെ പറയും. തെറ്റാണെന്ന് ഞാൻ പറയുകയാണ്. മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണം. എന്താണ് കാര്യം? ഇവിടെ പട്ടാപ്പകലും ഈ സമയത്ത് ഒരു നിലവിളക്ക് കൊളുത്തിയാൽ അത് വെളിച്ചത്തിനാണ് നമ്മൾ അംഗീകരിക്കാം. പക്ഷെ നട്ടുച്ച നേരത്തും ഒരു ഹൈന്ദവ സഹോദരൻ അവൻ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് അവന്റെ ഏത് സൽകൃത്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. അല്ലേ? ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരിയിലിരിക്കുമ്പോൾ വിജാസ്താവുണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാരായണ പണിക്കർ സാറുണ്ട്. അദ്ദേഹം നിലവിളക്ക് കൊളുത്താൻ വേണ്ടി തുടങ്ങിയാൽ ഇതിന്റെ 8 തിരി അദ്ദേഹം തന്നെ കത്തിക്കും. അദ്ദേഹം പറയും ഞാൻ തന്നെ കത്തിച്ചോളാം, ആരും എന്നെ ഇടപെടാൻ വരണ്ടെന്ന് പറയും. കാരണം അങ്ങനെ കത്തിക്കലാണ് അത്ര അതിന്റെ ആചാരം. അപ്പോ പട്ടാപ്പകൽ ഒരു നിലവിളക്ക് കത്തിച്ചുകൊണ്ട് പ്രകാശത്തെ അല്ല കൂട്ടിക്കൊണ്ടുവരുന്നത്, മറിച്ച് അഗ്നി ഭഗവാനെയാണ് ഹൈന്ദവ സഹോദരൻ ആവാഹിക്കുന്നത്. അതിനവൻ അവകാശമുണ്ട്. അവന്റെ വിശ്വാസം അങ്ങനെയാണ്. അഗ്നി ഭഗവാനെ ആവാഹിക്കുകയാണ്, ആരാധനയാണ് അവൻ യഥാർത്ഥത്തിൽ നടത്തുന്നത്. അതുകൊണ്ടാണ് നാരായണ പണിക്കർ സാർ ഞാൻ കൊളുത്തിക്കോളാം എന്ന് പറയുന്നത്. വേറെ ആൾക്ക് ഒരു തിരി കൊടുക്കാൻ വിഷമമുള്ളതുകൊണ്ടല്ല, ഇത് എന്റെ ആരാധനയാണ് എന്ന് പറഞ്ഞോണ്ടാ. അപ്പൊ അങ്ങനെ ആരാധനയാണെന്ന് അവർക്കറിയാം. ആ ആരാധനയിൽ വെളിച്ചമല്ല അവിടെ പ്രശ്നം, അഗ്നി ഭഗവാനാണ്. അത് കൊളുത്തിക്കോട്ടെ. ഞങ്ങളൊക്കെ അവിടെ പോയി നിൽക്കുമ്പോ സന്തോഷത്തോടി പണിക്കർ സാറൊക്കെ അങ്ങനെയുള്ള ആളുകൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഞങ്ങൾ കൈ കെട്ടിക്കൊണ്ട് നിൽക്കും. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വിശ്വാസ ആചാരം അനുസരിച്ച് സ്നേഹത്തോടെ കണ്ടു നിൽക്കും. ഇതല്ലേ വൈവിധ്യം? എല്ലാം ഒന്നാകുന്നതാണ് വൈവിധ്യമെങ്കിൽ. നേരത്തെ പറഞ്ഞു മഴവില്ലിന്റെ വൈവിധ്യപൂർണമായ വർണ്ണങ്ങളാണ് മഴവില്ലിന്റെ മനോഹാരിതയെ നിയന്ത്രിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു പൂന്തോട്ടത്തിലെ ചെടികളുടെ വൈവിധ്യമാണ് അതിനെ പൂന്തോട്ടമാക്കി തീർക്കുന്നതെങ്കിൽ, ഈ വൈവിധ്യം ഇന്ത്യ മനോഹരമാകുന്നത് എവിടെയാണ്? വൈവിധ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോ ഒരേ വേദിയിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ കൊളുത്താൻ കഴിയാതെ അതൊരു ആരാധനയാണല്ലോ. ഏകദൈവമല്ലാത്ത ഒരു ദൈവത്തിന്, അഗ്നി ഭഗവാൻ അർപ്പിക്കുന്ന ഒരു ആരാധനയാണല്ലോ. അതിലെനിക്ക് പങ്കാകാൻ പറ്റില്ലല്ലോ. ആരാധനയിൽ ഏകദൈവത്തിനെ അർപ്പിക്കാവൂ എന്നുള്ളതാണല്ലോ ഇസ്ലാമിനെ വേറിട്ട് നിർത്തുന്ന ഘടകം, അല്ല വേറൊന്നും അല്ലല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ നിലവിളക്ക് കൊളുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിലൊരു ആരാധനയുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. വെളിച്ച വിരോധം ഒന്നുമല്ല. അതേതുപോലെയാണ് നമ്മുടെ പള്ളിയിൽ സഹായം മേടിക്കാൻ വരുന്ന സഹോദരൻ നിസ്കാരത്തിന് മുസ്ലിങ്ങൾ പള്ളി കയറുമ്പോൾ നിസ്കരിക്കാൻ മാറിയിരിക്കുന്ന പോലെയുള്ളൂ. ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. യാഥാർത്ഥ്യങ്ങളെ അന്യോന്യം ആരാധനാപരമായ വ്യത്യസ്തതകളുള്ള കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തം മറ്റൊരുത്തൻ്റെ സ്വീകരിച്ചാലേ മതസൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മതേതരന്മാരാണ് ഞാൻ എന്ന് വെറുതെ പറയുന്ന, സത്യത്തിൽ ഒരു മതേതരത്വം ഇല്ല അവർക്ക്. അങ്ങനെയുള്ള ആളുകൾ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ ശരി തെറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ വലിയ ചിന്താശീലരൊന്നുമല്ലാത്ത ആളുകൾക്ക് തിരിച്ചറിയാനാകാതെ വരുമ്പോൾ ഇത്തരം പ്രചാരണങ്ങൾ നമ്മുടെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഓരോരുത്തരും അവൻ ഇഷ്ടപ്പെട്ട് ദൈവത്തെ വിശ്വസിക്കട്ടെ. ആ ദൈവപ്രീതിക്ക് അവന്റെ മതം അനുശാസിക്കുന്ന രൂപത്തിൽ ആരാധനകൾ നടത്തട്ടെ. അതിനെ അവൻ ഇഷ്ടം പോലെ സമാധാനപരമായ രീതിയിൽ അവൻ ഇഷ്ടപ്പെട്ട ഏത് സുഹൃത്തിന്റെ മുമ്പിലും അവനത് പ്രൊപ്പഗേറ്റ് ചെയ്യട്ടെ, പ്രചരിപ്പിക്കട്ടെ. അത് നമ്മുടെ രാജ്യത്തിന് തീർച്ചയായിട്ടും മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണല്ലോ ഈ രാജ്യത്ത് ജനങ്ങളൊക്കെ ഉണ്ടായത്, അല്ലേ? അങ്ങനെയാണല്ലോ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ വന്നത്. ഭാരതത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടലിൻ, ഭാരതത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകടലിൻ, ചീറും തിരകൾ കടന്നോ ഹിമാലയ, മേറിയോ വന്നവരേറെയില്ല. ഇതാര് പാടിയതാ? കുമാരനാശാൻ. ഹിമാലയ സാനുക്കൾ താണ്ടിയോ കടലിന്റെ തിരകൾ താണ്ടിയോ കയറി വന്നവർ, അങ്ങനത്തെ മുസ്ലിം ഭാരതത്തിലേറെയില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഹിന്ദു, ഇന്നലത്തെ ദളിതൻ, ഇന്നലത്തെ സവർണൻ, ഇന്നലത്തെ ഹിന്ദു മതം മാറിയവരാണ് നമ്മളൊക്കെ. മഹാനായ നമ്മുടെ കേരളത്തിന്റെ അറിയപ്പെട്ട ഒരു കവി പുങ്കവൻ, അദ്ദേഹം പാടിയ ഒരു പാട്ടുണ്ട്. തമാശയ്ക്ക് വേണ്ടി നമ്മൾ പറയും, മുസ്ലിം സമുദായത്തിൽ കടന്നു വന്നിട്ടും ഞാൻ മറ്റവനാണ്, ഞാൻ ബ്രാഹ്മണനായിരുന്നു, ഞാൻ ക്ഷത്രിയനായിരുന്നു,
വൈശ്യനായിരുന്നു, മറ്റവൻ ശൂദ്രന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തരംതിരിച്ച് അനാവശ്യമായ കുലമഹിമയുടെ പേരിൽ അഹങ്കരിച്ച മുസ്ലിമീങ്ങളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പാടിയായ കുടുംബയും കുലവും പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നവനെ അഹങ്കരിക്കാൻ നിനക്കെന്തുണ്ട് അവകാശം? നിന്റെ അസില ഇതിനു മുമ്പ് ഒന്നുകിൽ തീയനാണല്ലെങ്കിൽ ഒരു നായരാണ്. ആശാരി മൂശാരി ഒപ്പാണം പറയരു. അദ്ദേഹം പാടി ആശാരിയും മൂശാരിയും പാണനും പറയനും ഒക്കെയാണ് നിന്റെ അച്ഛൻ. മുസ്ലിമിന് ഈ പണ്ഡിതൻ തന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ ആ അച്ഛന്മാർ ഈ മതത്തിന്റെ സന്ദേശം കണ്ട് ആകൃഷ്ടരായി അവർക്ക് നല്ലതെന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ തങ്ങൾ ജീവിച്ച മതത്തിന്റെ പ്രതിനിധികൾ ആ മതത്തിന്റെ അന്തസത്തയിൽ നിന്ന് പുറത്തോട്ട് പോയി ആ മതത്തെ ചൂഷണത്തിന്റെ ഉപകരണമാക്കിയപ്പോൾ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയപ്പോ അത് ഹിന്ദുത്വം അല്ലല്ലോ, ഹിന്ദു ആശയമല്ല. ആണെങ്കിൽ ഇന്നും അത് നിലനിൽക്കണമല്ലോ ഹിന്ദുക്കളില്. അവരതിനെ മറികടന്നല്ലോ, അതിജീവിച്ചല്ലോ. സ്വാർത്ഥ താല്പര്യക്കാർ ചില കാലങ്ങളിൽ നടപ്പിൽ വരുത്തിയതാണത്. അങ്ങനെ വന്നപ്പോൾ മനുഷ്യനെ പോലെ ജീവിക്കാൻ വഴിയില്ലാതെ വന്നപ്പോൾ മതം മാറിക്കൊണ്ടെങ്കിലും എത്രയോ ദൂരം വഴിമാറി നിൽക്കും. ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തണഞ്ഞിടാം, ചെറ്റും പേടിക്കേണ്ട തമ്പുരാരെ. അവൻ പോയി തൊപ്പിയിട്ടാൽ ഇന്നലെ വരെ ആട്ടി തുപ്പി അതക്രതനാന്ന് പറഞ്ഞിരുന്നവന് അവന് പേടിയില്ലാതെ സമൂഹത്തിൽ വഴി നടക്കാമെന്നുള്ളത് കൊണ്ട് മതം മാറിയവരുണ്ട്. അങ്ങനെയൊക്കെ മാറിയവരെ നമ്മളൊക്കെ ഉള്ളൂ. ഈ ഇരിക്കുന്ന ഇപ്പൊ ഈ പറയുന്ന മുസ്ലിമീങ്ങളും അവരുടെ പൂർവികന്മാരുടെയൊക്കെ പാരമ്പര്യം പരിശോധിക്കും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മതസൗഹാർദ്ദത്തെയും മതേതരത്വത്തെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഈ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും അടിച്ചേൽപ്പിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ നടക്കട്ടെ, അതുകൊണ്ട് എന്താ കുഴപ്പം? പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സംഭവിക്കുന്ന അതല്ല. ഞാനിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ ദീർഘിപ്പിച്ചു പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന അതല്ല. ഈ രാജ്യം മതേതരമാകണ്ട എന്നുള്ളതാണ്. മതേതരമായ മതസൗഹാർദ്ദം നിലനിൽക്കും. നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പൂർവികന്മാർ ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും ആസാദും അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലിമാർ, ഗാലഗംഗാധര തിലകനടക്കം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ചടുല നേതൃത്വം നൽകിയ നമ്മുടെ പൂർവ്വസൂരികളായ നേതാക്കന്മാർ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാർ രണ്ടായി പിളർത്തിയപ്പോൾ ആരാ പിളർത്തിയത്? ബ്രിട്ടീഷുകാരാ. അവരെന്നും പിളർത്തുകയാണ്. ജനങ്ങളെ തമ്മിൽ ചേരിതിരിക്കും, വിഭജിച്ചു. നമ്മൾ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ചോദിച്ചു വിദേശികളോട്, ബ്രിട്ടീഷുകാരോട്. പക്ഷേ അവർ നമുക്ക് തന്നത് രണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യ. അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനാ? നമ്മളെ തമ്മിലടിപ്പിക്കാൻ. നമ്മുടെ രാജ്യത്തെ ജനം അറിയണം. ഇന്നും നമ്മെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെ വിളിച്ചു കൊണ്ടുപോയി അവരുടെ തലസ്ഥാനങ്ങളിൽ അരമനകളിൽ കൊണ്ടുപോയി ഊണുകൊടുത്ത് അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിച്ച് അവരെ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവർ ആരാണ്? ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും വിദേശ ശക്തികളാണ്. അമേരിക്കയ്ക്ക് നമ്മുടെ ഭരണാധികാരികൾ പിടികൊടുക്കുമ്പോൾ ബ്രിട്ടീഷ് അതുപോലെ തന്നെ ആ സാമ്രാജ്യത്വ ശക്തികൾക്ക് നമ്മുടെ ഭരണാധികാരികൾ എന്ന് പിടികൊടുത്തോ അന്ന് മാത്രമേ നമ്മുടെ രാജ്യത്ത് വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചെയ്തതെന്താ? ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ഒക്കെ ആയിട്ട് ഒന്നിച്ച് കൈകോർത്ത് ജീവിച്ചോളാം, നിങ്ങൾ ഇവിടെ തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് വൈദേശിക മേൽക്കോയ്മയ്ക്കെതിരിൽ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനം ഇന്നലകളിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച കാലഘട്ടത്തിൽ നമുക്കിടയിൽ ഒരു മതവൈരം ഉണ്ടായിരുന്നില്ല. മറിച്ച് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഒക്കെ നമ്മുടെ ഭരണ നയത്തിൽ ഇടപെടൽ വീണ്ടും ആരംഭിച്ചപ്പോൾ തന്നെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അറിയാമല്ലോ, വിഭജനത്തിന് ശേഷം നമ്മുടെ ഇന്ത്യ രാജ്യം മതേതരമായി നിലനിന്ന രാജ്യം ഇസ്രയേലുമായി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നില്ല. എന്താ കാര്യം? ഇവിടത്തെ പ്രധാനമന്ത്രി മുസ്ലിം ആയിരുന്നില്ല, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി മുസ്ലിം ആയിരുന്നില്ല, ഉന്നത പദവികളിൽ ഒന്നും മുസ്ലിങ്ങളല്ല. പക്ഷെ ഇസ്രയേലുമായ ഒരു നയതന്ത്ര ബന്ധത്തിന് പോലും അവർ പോയില്ല. ഏതുവരെ? ജവഹർലാൽ നെഹ്റു പോയില്ല, ഇന്ദിരാഗാന്ധി പോയില്ല, ലാൽ ബഹദൂർ ശാസ്ത്രി പോയില്ല, രാജീവ് ഗാന്ധി പോയില്ല. പോയോ? എന്താ കാര്യം? അത് ശരിയല്ല എന്നവർക്കറിയാമായിരുന്നു. കാരണം പഞ്ചമഹാശക്തികൾ അവിടെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫലസ്തീനികളെയും ഇടയിൽ അവരുടെ നെഞ്ചത്തൊരു ജൂതരാഷ്ട്രം പണിത് ഒരിക്കലും ഒരു ഉണങ്ങാത്ത മുറിവ് സൃഷ്ടിക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചതിന്റെ പേരിൽ ബലാത്കാരമായി പിടിച്ചെടുത്ത ഒരു രാജ്യത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഗാന്ധിജി, അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് നെഹ്റു, അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് നമ്മുടെ രാജ്യം മുഴുവൻ പറഞ്ഞു, പ്രധാനമന്ത്രിമാരൊക്കെ പറഞ്ഞു.
ഇതുപോലെ സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ രാജ്യം എപ്പോഴും സൗഹാർദ്ദത്തിന്റെ പക്ഷത്തും നീതിയുടെ പക്ഷത്തുമാണ് ഉറച്ചു നിന്നിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തിന് അതിന്റെ തനിമയാർന്ന വിദേശ നിലപാടുകൾ നഷ്ടപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയിൽ പോയി അമേരിക്കയുടെ ആ തീട്ടൂരത്തിന്റെ മുമ്പിൽ ശിരസ് നമിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിമാർ തിരിച്ചു വരാൻ തുടങ്ങിയതോടുകൂടി ഇസ്രയേൽ ഫലസ്തീനികൾക്കെതിരിൽ നടത്തുന്ന ആ കൊള്ളരുതായിക നമ്മുടെ രാജ്യത്തും ഇന്ന് അരങ്ങേറുകയാണ്. ഇതാണ് സംഭവം. കാശ്മീർ വലിയൊരു പ്രശ്നമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വൈകിയ നേരത്ത് അല്ലാഹു തആല ഇവിടെ സംഘടിപ്പിച്ച മതസമ്മേളനം, മതസൗഹാർദ്ദ സമ്മേളനം, മതേതരത്വത്തിന്റെ അർത്ഥം വിശകലനം ചെയ്ത സമ്മേളനം, ഈ രാജ്യത്ത് നമുക്കെല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്നുള്ള ആകാംക്ഷയും ആഗ്രഹവും പ്രകടിപ്പിച്ച സമ്മേളനം, മതസൗഹാർദ്ദത്തിന്റെ ഒരു മനോഹര തുരുത്തായി എരുമേലിയിൽ സംഘടിപ്പിച്ച ഈ സമ്മേളനം അതിന്റെ ലക്ഷ്യത്തിൽ പൂർണ്ണമായും വിജയിക്കുന്ന സമ്മേളനമാകുമാറാകട്ടെ. നമുക്കൊക്കെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ ഇതൊരു സാധ്യതയായി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഭരണാധികാരികൾക്ക് സൽബുദ്ധി തോന്നാനും ഇത് കാരണമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.